നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് മിച്ചറാണ്. അപ്പം അതിന് വേണ്ടി ഇത് ഒരു 1/4 കിലോ പയറാണ്. ഞാനിത് വെള്ളത്തിലിട്ട് ഒരു 4 മണിക്കൂർ ആയി. ഇത് നമ്മൾ വെള്ളം കളഞ്ഞ് നമുക്ക് എടുക്കാം. ഉണങ്ങാൻ വേണ്ടി നമുക്ക് ഫാനിൻ്റെ ഇതിങ്ങനെ വയ്ക്കാം. നമുക്ക് അപ്പോൾ ഇത് 1/2 കിലോ മാവാണ്. നമുക്കൊരു പാത്രം എടുക്കാം. അപ്പോൾ ഈ മാവ് നമുക്കൊന്ന് ഇതിലൊന്ന് അരച്ചെടുക്കാം. ഇത് അരച്ചെടുക്കുമ്പോൾ നമുക്ക് കട്ടകളെല്ലാം കിടന്നാലും ഇത് നമുക്ക് എല്ലാം നൈസായിട്ട് നമുക്ക് കിട്ടത്തുള്ളൂ. ഒരു കപ്പ് അരിപ്പൊടിയാണ് ഇത്. നമ്മൾ ഇടിയപ്പത്തിനൊക്കെ പൊടിച്ച് വെച്ചിരിക്കും ആ മാവാണിത്. ഇതും കൂടി നമുക്കൊന്ന് ഇതിലിട്ട് കൊടുക്കാം. എന്നിട്ടൊന്ന് അരിച്ചെടുക്കാം. നമുക്ക് ഇട്ട് കൊടുക്കാം. 1 സ്പൂൺ ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. കൈ വെച്ച് നമുക്കൊന്ന് മിക്സാക്കി കൊടുക്കാം. ഇതിൽ കായപ്പൊടിയൊക്കെ ഉണ്ട്, അതുകൊണ്ട് നമുക്ക് കായപ്പൊടി ആവശ്യമില്ല. എന്നിട്ട് നമുക്ക് 1 കപ്പ് വെള്ളമാണ് ഈ കപ്പ് വെച്ച് ഞാൻ എടുത്തത്. ഇത് നമുക്ക് ആവശ്യം നോക്കി നമുക്ക് ഒഴിച്ചു കൊടുക്കാം. നമുക്ക് ഇടിയപ്പത്തിൻ്റെ കുഴച്ചെടുക്കുന്ന പോലെ നമുക്ക് കുഴച്ചെടുക്കാം. ആവശ്യത്തിന് കണക്കായിട്ട് വെള്ളം ഒഴിച്ചാണ് ഇതിങ്ങനെ എടുക്കേണ്ടത്. ഇതുപോലെയാണ് കുഴച്ചെടുക്കേണ്ടത്. ഇതുപോലെയാണ് ഇപ്പോൾ കുഴച്ചെടുക്കേണ്ടത്. ഇത് ഇവിടെ ഇരിക്കട്ടെ. നമുക്കൊരു ചട്ടി എടുത്ത് വയ്ക്കാം. ചട്ടി ഒന്ന് കാഞ്ഞ് നമുക്ക് ഇതിലൊന്ന് എണ്ണ ഒഴിച്ചു കൊടുക്കാം ആവശ്യത്തിന്. ഇടിയപ്പച്ചിൽ കുറച്ച് തേങ്ങ എണ്ണ എടുത്ത് ഇങ്ങനെ നമ്മൾ തടവി കൊടുക്കണം. എന്നാൽ പിന്നെ ഇത് ഇതിൽ ഒട്ടിപ്പിടിക്കത്തില്ല. പിന്നെ ഒന്ന് തേച്ച് കൊടുക്കണം. എന്നിട്ട് നമുക്ക് മാവ് എടുത്ത് ഇതിൽ വയ്ക്കുമ്പോൾ ഒട്ടിയൊന്നും. നമുക്കിതിന് കുറച്ചായിട്ട് നമുക്ക് മാവ് എടുത്ത് ഇതിൽ വെച്ച് കൊടുക്കാം. എല്ലാം നോക്കാൻ വേണ്ടി ശകലം മാവ് നമുക്കൊന്ന് ഇട്ട് കൊടുക്കാം. എണ്ണ ഒന്ന് ചൂടായി എണ്ണയിലെടുത്തൊന്ന് ചുറ്റി കൊടുക്കണം. കുറച്ചായിട്ട് തന്നെ നമുക്ക് ഇട്ട് കൊടുക്കണം. എല്ലാം കൂടി ഇടുമ്പോൾ ഒന്ന് വേവുണ്ട്. നമുക്ക് ഒന്ന് മാറ്റിയിട്ട് കൊടുക്കാം. ഇതുപോലെ നമുക്ക് ഇടാം. ഇല്ലെങ്കിൽ ഒരുപാട് ഇട്ടാൽ പകുതി വേവും പകുതി വേവത്തില്ല. ഇതൊന്ന് വെന്ത് കഴിഞ്ഞ് നമുക്ക് കോരിയെടുക്കാം. ഒരുപാട് വേവാൻ കൊണ്ടരുത്, എന്നാൽ കറുത്തു പോകും.
നമുക്ക് ഇതുപോലെ കുറച്ചെടുത്ത് ഇതിൻ്റെ അകത്ത് ഇങ്ങനെ വെച്ച് കൊടുക്കണം. മുക്കാൽ ഭാഗം തന്നെ നമുക്ക് വയ്ക്കണം. മുകളിലൊരു വെച്ചാൽ നമുക്ക് ഇങ്ങനെ കറക്കി എടുക്കുമ്പോൾ ഭയങ്കര കഷ്ടം വേണ്ട. നമുക്ക് ഇതുപോലെ ഇതുപോലെ ചുറ്റി കൊടുക്കാം. നമുക്കൊന്ന് ഒരു മാറ്റിയിടാം. ഇതൊന്ന് നമ്മൾ വെള്ളമൊക്കെ കളഞ്ഞ് തുടച്ചെടുത്താണ് വച്ചിരിക്കുന്നത്. അപ്പോൾ ഈ പയറൊന്ന് നമുക്കൊന്ന് ഇട്ട് കൊടുക്കാം. നല്ലവണ്ണം നമുക്കൊന്ന് പൊരിച്ചെടുക്കാം. നമുക്ക് കരിയാൻ വിടരുത്. അതുപോലെ ഒന്ന് ചട്ടി കൊടുത്തെടുക്കണം. നല്ല ഒരു ടേസ്റ്റാണ് ഈ മിച്ചർ. ഒന്ന് പൊടിച്ചിട്ട് കൊടുക്കും. ഇങ്ങനെ ചെറുതായിട്ടൊന്ന് നമ്മൾ പൊടിച്ചിട്ട് കൊടുക്കണം. ഇതിന് കഴിഞ്ഞ് നമ്മളൊന്ന് കോരി എടുക്കണം. ഈ മിക്സറിൽ തന്നെ നമുക്കൊന്ന് ഇങ്ങനെ ഇട്ട് കൊടുക്കണം. കൂടി നമുക്കൊന്നിതിൽ ഒന്ന് ഇട്ട് കൊടുക്കാം. കോരിയെടുക്കാം. ഇതുപോലെ നമുക്കൊന്ന് കോരിയെടുക്കണം. നമ്മൾ വെളിച്ചെണ്ണയിൽ പൊരിച്ചതുകൊണ്ട് നല്ല മണമാണിത്. കഴിക്കുമ്പോൾ നല്ല ഒരു ടേസ്റ്റിന് പൊരിച്ചെടുക്കാം. നേരം ഈ കറിവേപ്പില നമുക്ക് കഴുകി നമുക്ക് വെള്ളം വാർത്തിയെടുത്താണ് നമ്മൾ എണ്ണയിലിടേണ്ടത്. കറിവേപ്പിലയൊന്ന് റെഡിയായി. നിങ്ങൾ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.